തമിഴ് സിനിമാ ലോകത്ത് ഞെട്ടിച്ച് നയൻതാര ധനുഷ് പോര്. നെറ്റ്ഫ്ലിക്സിൽ റിലീസിനൊരുങ്ങുന്ന നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും വിവാഹ ഡോക്യുമെന്ററിയുടെ ട്രെയിലറിൽ നാനും റൗഡിതാൻ എന്ന സിനിമയുടെ BTS ദൃശ്യങ്ങൾ ഉപയോഗിച്ചെന്ന് കാട്ടി ധനുഷ് നയൻതാരയ്ക്ക് 10 കോടിയുടെ പകർപ്പവകാശ നോട്ടീസ് അയച്ചതിനു പിന്നാലെയാണ് നയൻതാര തുറന്ന കത്തെഴുതിയിരിക്കുന്നത്. ധനുഷിനെ അഭിസംബോധന ചെയ്താണ് 3 പേജുള്ള കുറിപ്പ് നയൻതാര തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്തത്. നയൻതാരയെ നായികയാക്കി വിഘ്നേഷ് സംവിധാനം ചെയ്ത നാനും റൗഡിതാൻ എന്ന സെറ്റിൽ വെച്ചായിരുന്നു ഇരുവരും പ്രണയത്തിലായത്. ഈ സിനിമയെക്കുറിച്ചും ഗാനത്തിന്റെ രംഗവും ട്രെയിലറിൽ പരാമർശിക്കുന്നുണ്ട്. ഗാനങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷിന്റെ കമ്പനിയോട് അനുവാദം ചോദിച്ചെങ്കിലും അനുമതി ലഭിച്ചില്ല. ഒടുവിൽ ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ നാനും റൗഡിതാൻ സിനിമയുടെ BTS ദൃശ്യങ്ങൾ ട്രെയിലറിൽ ഉപയോഗിച്ചത് പകർപ്പവകാശ ലംഘനമെന്ന് കാട്ടി ധനുഷ് നയൻതാരയ്ക്ക് നോട്ടീസ് അയക്കുകയായിരുന്നു. 3 സെക്കൻഡ് ദൃശ്യത്തിന് 10 കോടി നഷ്ടപരിഹാരമാണ് ധനുഷ് ആവശ്യപ്പെട്ടത്. ഇതിനു പിന്നാലെയാണ് നയൻതാര വിശദമായ കത്ത് പോസ്റ്റ് ചെയ്തത്. നടൻ ധനുഷിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി നടി നയൻതാര പുറത്തുവിട്ട കത്ത് അക്ഷരാർത്ഥത്തിൽ തമിഴ് സിനിമാ മേഖലയെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതിനൊപ്പം നയൻതാരയെ പിന്തുണച്ച് മലയാളി താരങ്ങളടക്കം രംഗത്തെത്തി. സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു നടിയുടെ പ്രതികരണം. നയൻതാര വിഘ്നേഷ് വിവാഹവുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന ഡോക്യുമെന്ററിയിൽ നാനും റൗഡിതാൻ സിനിമയുടെ ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ ധനുഷ് ഇടംകോലിടുന്നതായാണ് നയൻതാരയുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് നയൻതാരയെയും പങ്കാളിയെയും ധനുഷ് നിരന്തരമായി ദ്രോഹിക്കുന്നു എന്നും കത്തിൽ പറയുന്നു. തനിക്ക് 10 കോടി രൂപയുടെ വക്കീൽ നോട്ടീസ് അയച്ചതിനെ നീചമായ പ്രവൃത്തി എന്നും നയൻതാര വിളിച്ചു. നയൻതാരയുടെ കത്തിന്റെ പൂർണ്ണരൂപം. പ്രിയപ്പെട്ട ധനുഷ് കെ രാജ ടു കസ്തൂരി രാജ ആൻഡ് സെൽവരാഘവൻ. നിരവധി തെറ്റായ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയുള്ള തുറന്ന കത്താണിത്. നിങ്ങളുടെ അച്ഛന്റെയും മികച്ച സംവിധായകനായ സഹോദരന്റെയും പിന്തുണയും അനുഗ്രഹവുമുള്ള താങ്കളെപ്പോലുള്ള ഒരു നല്ല നടൻ ഇത് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സിനിമ എന്നെപ്പോലുള്ളവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. ഈ വ്യവസായത്തിൽ യാതൊരു ബന്ധവുമില്ലാതെ സെൽഫ് മെയ്ഡ് ആയ സ്ത്രീയാണ് ഞാൻ. ഇന്ന് ഞാൻ വഹിക്കുന്ന സ്ഥാനത്തേക്കെത്താൻ ഏറെ പാടുപെടേണ്ടി വന്ന ഒരാൾ. എന്നെ അറിയുന്നവരെ സംബന്ധിച്ച് അതൊരു രഹസ്യമല്ല. എന്റെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുടെ റിലീസ് ഞാൻ മാത്രമല്ല, എന്റെ നിരവധി ആരാധകരും അഭ്യുദയകാംക്ഷികളും ഏറെ കാത്തിരിക്കുന്നു. ഞങ്ങൾക്ക് നേരിട്ട എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് പ്രോജക്റ്റ് കൊണ്ടുവരാൻ സിനിമാ സുഹൃത്തുക്കളും മുഴുവൻ ടീമും വേണ്ടി വന്നു. സിനിമയ്ക്കെതിരെയും എന്നോടും എന്റെ പങ്കാളിയോടും നിങ്ങൾ തീർക്കുന്ന പ്രതികാരം ഞങ്ങളെ മാത്രമല്ല, ഈ പ്രോജക്റ്റിനായി പരിശ്രമവും സമയവും നൽകിയ ആളുകളെയും ബാധിക്കുന്നു. എന്നെയും എന്റെ ജീവിതത്തെയും എന്റെ പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ചുള്ള ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ ഇൻഡസ്ട്രിയിലെ അഭ്യുദയകാംക്ഷികളിൽ പലരുടെയും ക്ലിപ്പുകളും ഒന്നിലധികം സിനിമകളിൽ നിന്നുള്ള ഓർമ്മകളും ഉൾപ്പെടുന്നു. എന്നാൽ ഏറ്റവും സവിശേഷവും പ്രധാനപ്പെട്ടതുമായ ചിത്രമായ നാനും റൗഡിതാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി റിലീസിന് നിങ്ങളുടെ NOC കിട്ടാനായി കാത്തിരുന്ന നീണ്ട 2 വർഷത്തിന് ശേഷം നിങ്ങളത് അനുവദിക്കാൻ വിസമ്മതിച്ചതിനാൽ നിലവിലെ പതിപ്പ് ഉപേക്ഷിക്കാനും വീണ്ടും എഡിറ്റ് ചെയ്യാനും പരിഹരിക്കാനും ഞങ്ങൾ തീരുമാനിച്ചു. നാനും റൗഡിതാനിലെ പാട്ടുകളോ വിഷ്വൽ കട്ടുകളോ ഫോട്ടോഗ്രാഫികളോ ഉപയോഗിക്കാൻ ഒന്നിലധികം തവണ അഭ്യർത്ഥിച്ചിട്ടും നിങ്ങൾ അനുവദിച്ചില്ല. നാനും റൗഡിതാനിലെ ഗാനങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് വിലമതിക്കപ്പെട്ട ഒന്നാണ്. കാരണം ആ വരികൾ വന്നത് യഥാർത്ഥ വികാരങ്ങളിൽ നിന്നാണ്. ഞങ്ങളുടെ ഡോക്യുമെന്ററിയിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഇതിലും മികച്ച പാട്ടുകൾ ഇല്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളതിന് വിസമ്മതിച്ചപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു. ബിസിനസ് നിർബന്ധങ്ങളാലോ പണസംബന്ധമായോ പ്രശ്നങ്ങളോ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ താങ്കളുടെ ഈ തീരുമാനം ഞങ്ങളോടുള്ള വ്യക്തിപരമായ വിദ്വേഷം തീർക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും നിങ്ങൾ ഇത്രയും കാലം മനഃപൂർവ്വം മൗനം പാലിക്കുകയായിരുന്നു എന്നും അറിയുന്നത് വേദനാജനകമാണ്. നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതിന് ശേഷം ലഭിച്ച നിങ്ങളുടെ വക്കീൽ നോട്ടീസ് അതിലും ഞെട്ടിപ്പിക്കുന്നതാണ്. ഞങ്ങളുടെ സ്വകാര്യ ഉപകരണങ്ങളിൽ ചിത്രീകരിച്ച ചില വീഡിയോകളുടെ ഉപയോഗത്തെ നിങ്ങൾ ചോദ്യം ചെയ്തത് കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. അതും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇതിനകം തന്നെ പരസ്യമായി പ്രത്യക്ഷപ്പെട്ട BTS ദൃശ്യങ്ങൾക്കും മറ്റും 10 കോടി രൂപ നിങ്ങൾ ക്ലെയിം ചെയ്തു. കേവലം 3 സെക്കൻഡിനുള്ള നഷ്ടപരിഹാരമായി കോടികൾ. ഇത് വളരെ മോശമായിപ്പോയി. ഇത് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഓഡിയോ ലോഞ്ചുകളിൽ ചിത്രീകരിക്കപ്പെടുന്ന നിങ്ങളുടെ പകുതിയെങ്കിലും നന്മ നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ കാണിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നില്ല, കുറഞ്ഞത് എന്റെയും എന്റെ പങ്കാളിയുടെയും കാര്യത്തിൽ. ഒരു നിർമ്മാതാവ് സെറ്റിലെ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തെയും
സ്വാതന്ത്ര്യത്തെയും നിയന്ത്രിക്കുന്ന ഒരു ചക്രവർത്തിയാകുമോ? ചക്രവർത്തിയുടെ നിർദ്ദേശത്തിൽ നിന്നുള്ള എന്തെങ്കിലും വ്യതിയാനം നിയമപരമായ പ്രത്യാഘാതങ്ങളെ വിളിച്ചു വരുത്തുമോ? നിങ്ങളുടെ നിയമപരമായ അറിയിപ്പ് എനിക്ക് ലഭിച്ചു. നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ ഞങ്ങൾ അതിനോട് ഉചിതമായി പ്രതികരിക്കും. ഞങ്ങളുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിക്ക് വേണ്ടി നാനും റൗഡിതാനുമായി ബന്ധപ്പെട്ട എലമെന്റുകൾ ഉപയോഗിക്കുന്നതിന് NOC നൽകാനുള്ള നിങ്ങളുടെ വിസമ്മതം പകർപ്പവകാശമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോടതിയിൽ ന്യായീകരിക്കാനായേക്കാം. എന്നാൽ അതിലൊരു ധാർമ്മിക വശമുണ്ടെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിന്റെ കോടതിയിൽ പ്രതിരോധിക്കേണ്ടപ്പെടും. സിനിമ പുറത്തിറങ്ങി ഏകദേശം 10 വർഷമായി. ലോകത്തിനു മുന്നിൽ മുഖംമൂടി ധരിച്ച് ഒരാൾ ഇപ്പോഴും നീചമായി തുടരാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി ആ ചിത്രം മാറിയിട്ടും, ഇന്നും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായത് മാറിയിട്ടും, നിങ്ങൾ ആ സിനിമയെക്കുറിച്ച് പറഞ്ഞ ഭയാനകമായ കാര്യങ്ങൾ ഞാൻ മറന്നിട്ടില്ല. റിലീസിന് മുമ്പായി നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഇതിനകം ഞങ്ങൾക്ക് ഉണക്കാത്ത മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആയത് നിങ്ങളുടെ ഈഗോയെ വല്ലാതെ വേദനിപ്പിച്ചതായി ഫിലിം സർക്കിളുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. ഈ സിനിമയുമായി ബന്ധപ്പെട്ട അവാർഡ് ചടങ്ങിലൂടെ അതിന്റെ വിജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അതൃപ്തി സാധാരണക്കാർക്ക് പോലും വ്യക്തമായി മനസ്സിലാകാനാവും. ബിസിനസ് കിടമത്സരത്തിനപ്പുറം പൊതുജീവിതത്തിലെ പ്രമുഖ വ്യക്തികൾ മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിൽ വലിയ തോതിൽ കൈകടത്തുന്നില്ല. മര്യാദയും മാന്യതയും വിശാല ഹൃദയത്തോടെയുള്ള പെരുമാറ്റം അത്തരം കാര്യങ്ങളിൽ നിർബന്ധമാണ്. തമിഴ്നാട്ടിലെ ജനങ്ങളോ ശരിയായ മനസാക്ഷിയുള്ളവരോ അത്തരം സ്വേച്ഛാധിപത്യത്തെ അഭിനന്ദിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങളെപ്പോലുള്ള ഒരു സ്ഥാപിത വ്യക്തിത്വത്തിൽ നിന്നാണെങ്കിലും. നിങ്ങൾക്ക് മുൻപരിചയമുള്ളവരുടെ വിജയങ്ങളിൽ അസ്വസ്ഥനാകാതിരിക്കൂ. നിങ്ങൾക്ക് മനസമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ കത്തിലൂടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ലോകം എല്ലാവരുടേതുമാണ്, എല്ലാവർക്കുമുള്ളതാണ്. നിങ്ങൾക്ക് പരിചയമുള്ളവരും ജീവിതത്തിൽ ഉയർത്തുവരുന്നത് സാധാരണമാണ്. വൻ സിനിമാ പാരമ്പര്യമില്ലാത്തവരും ഉയരങ്ങളിൽ എത്തുന്നത് സാധാരണമാണ്. ചില മനുഷ്യർ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും സ്നേഹം കണ്ടെത്തുന്നതും സാധാരണമാണ്. ഇതൊന്നും നിങ്ങളിൽ നിന്നും ഒന്നും അപഹരിക്കുന്നില്ലല്ലോ. മേൽ പറഞ്ഞതെല്ലാം ജനങ്ങളുടെ കരുണയിലും സ്നേഹത്തിലും കഠിനാധ്വാനത്തിന്റെ ബലത്തിലും ഉണ്ടാകുന്നതാണ്. ചില കള്ളക്കഥകളുണ്ടാക്കി പഞ്ചവാചകങ്ങൾ ചേർത്ത അടുത്ത ഓഡിയോ ലോഞ്ചിൽ നിങ്ങൾ പറയുമായിരിക്കും, അതും ദൈവം കാണുന്നുണ്ടെന്ന് ഓർക്കൂ. നിങ്ങളുടെ വാക്ചാതുരിയിലേക്ക് ഒരു ജർമ്മൻ വാക്ക് ഞാൻ ചേർത്തോട്ടെ. അത് ഷാദറ്റ്ഫ്രോയിഡ എന്നതാണ്. ഇനി മേലാൽ നിങ്ങൾ ആ വികാരം ഞങ്ങളുമായോ മറ്റുള്ളവരുമായോ ഇനി ആസ്വദിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വിശാലമായ ലോകത്ത് താഴേക്കിടയിലുള്ളവർക്കും ജീവിതത്തിലേക്ക് നോക്കാനും മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ സന്തോഷം കണ്ടെത്താനും അപരന്റെ കഥകളിൽ ആനന്ദം അറിയാനും എളുപ്പമാണെന്നും മനസ്സിലാക്കുമല്ലോ. ഞങ്ങളുടെ ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുടെ ഉദ്ദേശങ്ങളിൽ ഒന്ന് അതുകൂടിയാണ്. ഇത് കാണൂ, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് മാറിയാലോ. സ്നേഹത്തോടെ ഇരിക്കുകയെന്നത് വളരെ പ്രധാനമാണ്. വെറുതെ വാക്കാൽ പറയുക മാത്രമല്ലാതെ നിങ്ങൾക്ക് അതിന് മുഴുവനായും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ. ഇങ്ങനെയാണ് നയൻതാരയുടെ കത്ത് അവസാനിക്കുന്നത്. കത്ത് വൈറലായതിനു പിന്നാലെ നയൻതാരയെ പിന്തുണച്ച് നിരവധി താരങ്ങളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. മലയാളത്തിൽ നിന്നടക്കം നയൻതാരയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നസ്രിയ, പാർവതി തിരുവോത്ത്, ഐശ്വര്യ ലക്ഷ്മി, ഗീതു മോഹൻദാസ് അടക്കമുള്ള താരങ്ങളാണ് ധനുഷിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് നയൻതാരയെ പിന്തുണച്ച് രംഗത്തെത്തിയത്. ലവ്, ഫയർ തുടങ്ങിയ സ്മൈലി കമന്റായി രേഖപ്പെടുത്തിയായിരുന്നു പാർവതിയുടെ പിന്തുണ. പാർവതിയുടെ കമന്റിന് നയൻതാരയും ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആദരവ് തോന്നുന്നുവെന്ന് ഇഷ തൽവാർ കുറിച്ചു. നിങ്ങൾ ഒരു പ്രധാന വിഷയമാണ് ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കലാകാരന്മാർക്ക്, പ്രത്യേകിച്ച് അഭിനേത്രികൾക്ക് നമ്മുടെ ഭൗതിക സ്വത്തിൽ അവകാശമില്ല. കരാർ തൊഴിലാളിക്ക് പകരം ഒരു ഓഹരി ഉടമയുടെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന വ്യവസ്ഥാപരമായ മാറ്റം കൊണ്ടുവരേണ്ട സമയമാണിതെന്ന് ഞാൻ കരുതുന്നു. ഗായത്രി ശങ്കറിന്റെ പ്രതികരണം. അനുപമ പരമേശ്വരൻ, ഗൗരി കിഷൻ, അഞ്ജു കുര്യൻ, ഐശ്വര്യ ലക്ഷ്മി, നസ്രിയ തുടങ്ങിയ മലയാളി നായികമാരും നയൻതാരയുടെ പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് അനുപമ പരമേശ്വരൻ, ഐശ്വര്യ ലക്ഷ്മി, നസ്രിയ, പാർവതി തിരുവോത്ത് എന്നിവർ ധനുഷിനൊപ്പം ഒന്നിച്ച് അഭിനയിച്ചവരുമാണ്.